നവകേരള സദസ്സുമായി കേരള സർക്കാർ എത്തിച്ചേരുന്നു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വികസന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചുകൊണ്ട് സാമൂഹ്യ ക്ഷേമ കർമ്മ പദ്ധതികളുടെ പുത്തൻ ഗാഥകളുമായി നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. ഡിസംബർ മാസം 16-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ചരിത്രമുറങ്ങുന്ന മധ്യ തിരുവിതാംകൂറിന്റെ മടിത്തട്ടിലേക്ക് തിരുവല്ല ACS ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. നവകേരള സദസ് തിരുവല്ലയിൽ ചേരുന്നു. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ഹൃദയപൂർവ്വം നവകേരള സദസ്സിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിന്റെ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ പരിപാടി ഡിസംബർ മാസം 16-ാം തീയതി ശനിയാഴ്ച തിരുവല്ല SC കോമ്പൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. തിരുവല്ലയുടെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവല്ല SES സ്കൂളിൻ്റെയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആസ്ഥാനവുമായ ഈ ഒരു തിരുവല്ല SC കോമ്പൗണ്ടിൻ്റെ പ്രധാന കവാടം മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുള്ള ബോർഡുകൾ വെച്ചിരിക്കുന്നു. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വളരെ മനോഹരമായി, വളരെ ഭംഗിയായി നയനമനോഹരങ്ങളായ ലൈറ്റുകളാൽ അലങ്കൃതമാക്കിയിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈ SES സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ വിശാലമായ ഒരുങ്ങിയിരിക്കുന്ന പന്തൽ, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഏകദേശം 50 അടി വിസ്തൃതിയിലുള്ള വിശാലമായ സ്റ്റേജ്, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഏകദേശം 7500 പേരിരിക്കത്തക്കവണ്ണമുള്ള പന്തൽ സൗകര്യമാണ്. അവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശാലമായ സ്റ്റേജിൻ്റെ ക്രമീകരണങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടക്കുകയാണ്. ജില്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത്. ഇലക്ട്രിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ ഫാൻ സൗകര്യങ്ങൾ, കൂളർ സൗകര്യങ്ങൾ എല്ലാം അതിൻ്റെ ക്രമീകരണങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വന്നു ദ്രുതഗതിയിൽ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിവേദനങ്ങൾ സ്വീകരിക്കുവാനുള്ള 20 കൗണ്ടറുകളാണ് നമ്മൾ ഈ കാണുന്നത്. 20 വ്യത്യസ്ത കൗണ്ടറുകൾ. അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വാർദ്ധക്യം ഉള്ളവർക്കും അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മറ്റുള്ള കോമണായിട്ട് ജനറലായിട്ടുള്ള പരാതികൾ സ്വീകരിക്കുവാനായിട്ട് ബാക്കിയുള്ള കൗണ്ടറുകൾ. അപ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2 മണി മുതൽ ഇവിടെ ഈ ഒരു നിവേദനങ്ങൾ, പരാതികളൊക്കെ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായിട്ടാണ് നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിവേദനങ്ങൾ സ്വീകരിക്കുന്ന ഈ ഒരു സ്ഥലം നമ്മൾ മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങുമ്പോൾ അതിൻ്റെ വലതുവശത്ത് തന്നെ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിവേദനങ്ങൾ സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ കൃത്യം 2 മണിക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലയുടെ ജനനായകൻ ശ്രീമാൻ മാത്യു ടി തോമസ് MLA തന്നെ തിരുവല്ല പോലീസ് സൂപ്രണ്ട്, അതുപോലെ തന്നെ പോലീസ് മേധാവികൾ, ജില്ലാ സുരക്ഷാ മേധാവികൾ, ഇവരൊക്കെ ഈ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനായിട്ട് ഇവിടെ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പന്തലിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. മൈക്ക് സെറ്റിൻ്റെയും ലൈറ്റ് ഉപകരണങ്ങളുടെയും സജ്ജീകരണങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 മണി മുതൽ തന്നെ ഇവിടെ നിവേദനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ള മറ്റ് പരാതികളൊക്കെ സ്വീകരിക്കാനുള്ള കൗണ്ടറുകൾ 20 എണ്ണം പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. 3 മണി മുതൽ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. 5 മണിയോടുകൂടി മന്ത്രിമാർ എത്തിത്തുടങ്ങും. 6 മണിക്ക് മുഖ്യമന്ത്രി എത്തി പ്രസംഗം നടക്കുന്നതോടുകൂടി പരിപാടികൾ അവസാനിക്കുക. 15,000-ഓളം ആളുകൾ നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ഥലത്തു നിന്നും വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല ക്രമീകരണം എല്ലാ അർത്ഥത്തിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാളെ കൃത്യസമയത്ത് തന്നെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗേറ്റിൽ കൂടിയും പ്രവേശനം ഉണ്ടാവും. ഈ കോമ്പൗണ്ടിന് 4 ഗേറ്റാണ് പ്രധാനമായുള്ളത്. തിരുവല്ല SC കവറയിലുള്ള SCS ഗേറ്റിൽ കൂടെ. അതോടൊപ്പം തന്നെ ഈ ചെയർമാൻ റോഡിൽ കൂടെയും അകത്തേക്ക് പ്രവേശിക്കാം. കുരിശുവയലിൽ നിന്നുമുള്ള ഗേറ്റ് തുറന്നിട്ട് നാളെ അതിലേയും പ്രവേശിക്കാം. രാവിലെ 6 മണിയാണ് പ്രവേശനത്തിന് നിയന്ത്രണം. രാവിലെ 2 മണി മുതൽ തന്നെ നിവേദനങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. 20 കൗണ്ടർ.